ഹായ്, ലാമത്ത് മീഡിയയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ പുതിയൊരു ടിപ്പായിട്ട് വന്നേക്കുന്നത് ഒരു മേക്കപ്പ് ടിപ്പാണ്. പറയാൻ വന്നത് ചുണ്ടിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ കാറ്റുകാലം ആയത് കാരണം പലരും പറഞ്ഞേക്കുന്ന കംപ്ലൈന്റ് ആണ്, ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നില്ല, അതുപോലെ സ്ക്രാച്ചസ് വരുന്നു, ഡ്രൈ ആയി പോകണം എന്നുള്ളത്. അതിനൊരു റെമഡി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ലിപ്സ്റ്റിക് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അത് ലോങ് ലാസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നതുകൊണ്ടാണ്, സ്ക്രാച്ചസ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് നമുക്ക് ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്ത് അതിനുശേഷം അത് റിമൂവ് ചെയ്ത് ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറേ നാളല്ല ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഒരു നേരം ലിപ്സ്റ്റിക് നിൽക്കുകയും ചെയ്യും, അതുപോലെ ചുണ്ട് ഡ്രൈ ആവില്ല. അപ്പോൾ സ്ക്രബ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് മാർക്കറ്റുകളിൽ നിന്ന് ലിപ്പ് സ്ക്രബ്ബർ മേടിക്കാൻ കിട്ടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലിപ്പ് സ്ക്രബ്ബർ ഉണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ പഞ്ചസാര എടുത്ത് അതിനകത്ത് കുറച്ച് വാസ്ലിനോ അല്ലെങ്കിൽ ഇത്തിരി അലോവേര ജെല്ലോ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ ചുണ്ടിൽ പുരട്ടി ഒന്ന് കുറച്ച് നേരം റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ആയി നിൽക്കണ ഒരു ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ പോവും. അപ്പോൾ നമ്മുടെ ലിപ്പ് സോഫ്റ്റ് ആവും. പുറത്ത് പോകുന്നതിന് മുൻപ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. ലിപ്പ് സ്ക്രബ് ചെയ്തതിന് ശേഷം ലിപ് ബാം യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിക്കവാറും എല്ലാവരും ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു ലിപ് സ്ക്രബ്ബർ കാണിക്കാം. ഷുഗർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെയാണ്, നല്ല സ്ക്രബ്ബറാണത്. ഇതാണ് ഞാൻ കോമൺ ആയിട്ട് മേക്കപ്പിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് വരുന്നത് ഇങ്ങനെ ഒരു ഇതായിട്ട് വരുന്നത്. ഇതിൽ തരിയുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു സ്ക്രബ്ബർ വാങ്ങിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സ്ക്രബ്ബർ ഉണ്ടാക്കിയതിന് ശേഷം ചുണ്ടിൽ ഇങ്ങനെ വരട്ടുക. അതിനുശേഷം പതുക്കെ, ഈ വിരലൊന്നും യൂസ് ചെയ്യരുത്, മോതിര വിരലാണ് യൂസ് ചെയ്യേണ്ടത്. അധികം പ്രഷർ കൊടുക്കാതെ. ഇതിലൊരു തരിയുണ്ട്. സ്ക്രബ് ചെയ്തിട്ട് നമുക്കത് ഒരു ടിഷ്യൂ, ഒരു തുണി വെച്ച് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഇപ്പോൾ കണ്ടറിയാം, എൻ്റെ ചുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം തുടച്ച് കളഞ്ഞതിന് ശേഷം ഇതാണ് കളർ ബാറിൻ്റെ ലിപ് ബാമാണിത്. ഇത് നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇപ്പോൾ കാണുന്നുണ്ടാവും, എൻ്റെ ചുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കേട്ടോ. ഇതൊരു ഹുദ ബ്യൂട്ടിയുടെ ഒരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ആണ്. ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. കാണാം, ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യണം, ലിക്വിഡ് ലിപ്സ്റ്റിക്. ഇതിനൊക്കെ ശേഷം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഡ്രൈ ആയി പോയില്ല. കണ്ടോ, കറക്റ്റായിട്ട് എൻ്റെ ചുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇനി വിണ്ട് കയറലോ അതുപോലെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ കാണിച്ചത് പോലെ ആദ്യം ലിപ് സ്ക്രബ്ബർ യൂസ് ചെയ്യുക, പിന്നെ ലിപ് ബാം യൂസ് ചെയ്യുക, അതിനുശേഷം ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക. അത് ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ചോയ്സാണ്. ലിക്വിഡ് വേണമെങ്കിൽ അങ്ങനെ ആവാം, മാറ്റോ അങ്ങനെ ഏത് ലിപ്സ്റ്റിക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഏത് കമ്പനിയുടെ യൂസ് ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒരു പൈസ ചിലവാകുമെന്ന് വിചാരിച്ചിട്ട് ലോക്കൽ പ്രൊഡക്റ്റുകൾ മേടിക്കരുത്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടും നമ്മുടെ മുഖമൊക്കെയാണ്, ഇത് നമ്മളാണ് കെയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലിപ് സ്ക്രബ്ബർ ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല, 2 ദിവസം കൂടുമ്പോഴോ 1-2 യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ വീഡിയോ ടിപ്പൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ഉടൻ തന്നെ നല്ല ടിപ്പായിട്ട് അടുത്ത വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഉണ്ട്, ചില വീഡിയോസിന് അധികം വ്യൂസ് ഇല്ല. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നവർ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ നന്ദിയുണ്ട്. പിന്നെ അടുത്ത ടിപ്പായിട്ട് ഉടനെ തന്നെ വരാം. ടാറ്റാ.